ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 ഒന്നാം ക്ലാസ്സിന് നടത്തിയ കിതാബത്തിൻ്റെ എക്സാമിൻ്റെ ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ കിതാബത്തിൻ്റെ മറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തതും അതിൻ്റെ മുമ്പത്തതും മോഡലായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പോൾ അതിന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്കുകൾ ഇടാം. ഇനി ലഭിക്കാത്തവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 82 89 89 29 85. ഓക്കെ, നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. ഫസ്റ്റ് എന്താണ്? കേട്ടെഴുത്താണ് അല്ലേ. അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടൊരു പേപ്പർ തരും. എന്നിട്ട് ഈ താഴെ കൊടുത്ത വേർഡ്സുകളൊക്കെ ഉസ്താദ് ആദ്യം പറഞ്ഞു തരും. അബുൻ. അപ്പോൾ നിങ്ങളതുപോലെ കാണാതെ എഴുതി കൊടുക്കണം. ആ പേപ്പറിൽ എഴുതണം. മനസ്സിലായില്ലേ? ജുദ്, സീ, ബൂ, അതായത് മദ്ദക്ഷരങ്ങൾ നീട്ടാൻ വന്നതാണ്. മനസ്സിലായില്ലേ? കസ്രയെ നീട്ടാൻ യാ, ലൊമ്മയെ നീട്ടാൻ വാവ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ പഠിച്ച അക്ഷരങ്ങളെ ചേർത്ത് എഴുതുന്നതൊക്കെ അല്ലേ മനസ്സിലാക്കുക. പിന്നെ ബദ്റുൻ, ബദ്റുൻ, ദാലിനോട് റാ ചേർത്ത് എഴുതരുത് കേട്ടോ. പിന്നെ ജറസുൻ, അപ്പോൾ ഇവിടെ റായിനോട് ചേർത്ത് എഴുതാൻ പാടില്ല. തബ് ദ ഉ, തബ് ദ ഉ, ഇവിടെയും ദാല് വന്നത് കണ്ടില്ലേ. പിന്നെ അവസാനം ഊ എഴുതുമ്പോൾ ചേർത്ത് എഴുതാൻ പാടില്ല. ഷജറുൻ, ഷജറുൻ, മനസ്സിലാക്കുക. പിന്നെ തബ്ബത്ത്, തബ്ബത്ത്, ശബ്ദ വന്നു. ഹുഷിറത്ത്, ഹുഷിറത്ത്. ഹബീറുൻ, ഹബീറുൻ, കസ്ര എ നീട്ടാൻ യാ വന്നു ഇവിടെ. ഹബീറുൻ. അടുത്തതോ അറബി മലയാളം വേർഡ്സുകളാണ്. ചീര, ച, ചീര, ചീര. തോട്, തോട്, തോട്. പുഴ, പുഴ, പുഴ. അപ്പോൾ ഇതിൽ വന്ന ഈ വേർഡ്സുകളൊക്കെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഓർമ്മയിൽ നിന്ന് ഇതൊക്കെ എഴുതണം. അപ്പോൾ ഇനി എന്താണ്, ഇത് തന്നെ വരൂല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ആ രീതിയിൽ പഠിക്കുക. അബുൻ. ഇനിയിപ്പോൾ ഞാൻ അജ്റുൻ എന്നാണ് പുതിയതിൽ നിന്നെങ്കിലോ അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അജ്റുൻ, അജ്റുൻ. അപ്പോൾ ജീമ് ചേർത്ത് എഴുതുന്നത്. പിന്നെ അതിലൂടെ റാ എഴുതും. അജ്റുൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അറബി മലയാളം ഇതേപോലെ അവസാനത്തിൽ 3 എന്തായാലും വരും. അത് ഏത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത ഫസ്റ്റ് പാർട്ടിൽ വന്ന അറബി മലയാള അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇനി ബാക്കി എന്താണ് നോക്കാം. അതിന് ശേഷം ഈ ഓരോ പേപ്പർ നിങ്ങൾക്ക് ഉസ്താദ് തരും. എന്നിട്ട് താഴെ കൊടുത്ത അക്ഷരങ്ങൾ നോക്കിയിട്ട് എന്താണ് അടുത്ത കള്ളിയിലേക്ക് എഴുതണം. മനസ്സിലായില്ല? താഴെ കൊടുത്ത പദങ്ങൾ നോക്കിയിട്ട് എഴുതണം. ഇവിടെ ഫസ്റ്റ് എന്താ വന്നത്? ജ. അപ്പോൾ അതുപോലെ വൃത്തിയിൽ തെറ്റാതെ ഇങ്ങനെ എഴുതി കൊടുക്കണം. ജ. പിന്നെ സി, പിന്നെ ബു, പിന്നെ സുൻ, സുൻ, സുൻ. അതായത് ഇനി ഇവിടെ 2 അക്ഷരങ്ങൾ കൂടി ചേർന്നതാണ്. തുബ്, തുബ്, തുബ്. പിന്നെ സിർ, സിർ. ജുദ്, ജുദ്. ബിസ്, ബിസ്. ഹസ്, ഹസ്. അപ്പോൾ വൃത്തിയിൽ തെറ്റില്ലാതെ എഴുതിയാൽ ഹർക്കത്തുകളൊന്നും മാറിപ്പോകരുത്. ബിസ് എന്നത് പുള്ളിയും കസറയും താഴെയാണ്. ഫത്തായിപ്പോയി ബസ്സായിപ്പോയാൽ തെറ്റിട്ട് വരും. അപ്പോൾ നിങ്ങളെ മാർക്ക് പോവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ഇവിടെ 3 അക്ഷരങ്ങൾ കൂടിച്ചേർന്നതാണ്. ഷജറുൻ, ഷജറുൻ, ഷജറുൻ. അതുപോലെ എഴുതുക. ഹഷബുൻ, ഖശബുൻ, ഖശബുൻ. ദാറുൻ, ദാറുൻ, ദാറുൻ. രീഷുൻ, രീഷുൻ. അപ്പോൾ അതൊക്കെ താഴെ കള്ളിയിലേക്ക് പകർത്തി എഴുതുക. പിന്നെ എന്താണ്? റുബാബുൻ, റുബാബുൻ, റുബാബുൻ. അത് ഇതിലേക്ക് എഴുതുക. പിന്നെ ഹബീബുൻ. ഇവിടെ നീട്ടാൻ വന്നതാണ് നമുക്ക് പ്രത്യേകമായിട്ട് വന്നത്. ദുബാ നീട്ടി, ഹബീ നീട്ടി. പിന്നെ ബുഹൂറുൻ, ബുഹൂറുൻ.
അപ്പോൾ ഇത്രയും വേർഡ്സുകൾ തന്നെയാണ് വരിക. ആദ്യ അക്ഷരങ്ങൾ, പിന്നെ രണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർന്നത്, പിന്നെ 3 അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് പിന്നെ നീട്ടാൻ വന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾക്ക് 4 രീതിയിൽ എഴുത്ത് ഉണ്ടാവും. നോക്കി പകർത്തി എഴുതാനാണ് വരിക. കിതാബത്ത് എന്ന് പറഞ്ഞാൽ എഴുത്ത് എക്സാമാണ്. ഇനി എന്താണ് ഇവിടെ നമുക്ക് അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതി തന്നത് എന്ത് വെക്കണം? കൂട്ടി എഴുതണം, ചേർത്ത് എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഹുബിസത്ത്, ഹുബിസത്ത് അത് ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. മനസ്സിലായില്ലേ? ഇനി എല്ലാ അക്ഷരങ്ങളും നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് ചേർത്ത് എഴുതി കൊടുക്കാം. ഹുബിസത്ത്. അതുപോലെ എന്താണ്? തുഹ്ബിറു, തുഹ്ബിറു, തുഹ്ബിറു. അപ്പോൾ ഇടയിലാണ് ഇവിടെ ഹ വന്നത്. അപ്പോൾ അതിനെ എഴുതുമ്പോൾ ഇതുപോലെ ആക്കിയിട്ട് മുകളിൽ പുള്ളിയിട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ ചേർത്ത് എഴുതാം. അപ്പം ഞാൻ എഴുതി കാണിച്ചു തരാം. നന്നായിട്ട് വായിച്ചതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ എന്താണ്? തുസ്ബിഹു, തുസ്ബിഹു ഹ. അപ്പോൾ അവസാനത്തിൽ ഹ എഴുതുമ്പോൾ നമ്മൾ ഈ ഇടയിൽ എഴുതിയതുപോലെ എഴുതാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ചേർത്ത് എഴുതുന്ന ഈ ഹ എഴുതാൻ പറ്റില്ല അവസാനത്തിൽ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതുപോലെ എഴുതുക. പിന്നെ എന്താണ്? തസബത്ത, തസബത്ത. സ അല്ല, സ ആണ് കേട്ടോ. തസബത്ത, സ. അപ്പോൾ അത് ചേർത്ത് എഴുതുക. അതെല്ലാ അക്ഷരങ്ങളും നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. ഓക്കെ. അപ്പോൾ അത് ചേർത്ത് എഴുതേണ്ട രീതി മനസ്സിലാക്കുക, ചേർത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് ചേർത്ത് എഴുതേണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങൾ ചേർത്ത് എഴുതാൻ പാടില്ല, അലിഫ്, റാ, പിന്നെ ദാല്, വാവ്, ഇതൊന്നും ചേർത്ത് എഴുതുന്ന അക്ഷരങ്ങളല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. എന്തെങ്കിലും പറയുന്നതിലൊക്കെ തെറ്റ് വന്ന് പോകുന്നത്, കട്ട് ചെയ്യാൻ വിട്ടു പോകുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്കിലും എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.